തിരുവനന്തപുരത്തെ മാളിൽ SFI പ്രവർത്തകർ പോലീസുകാരനെ മർദ്ദിച്ച സംഭവത്തിൽ പ്രമേയാവതരണത്തിൽ തർക്കം. പോലീസ് അസോസിയേഷൻ തിരുവനന്തപുരം റൂറൽ സമ്മേളനത്തിൽ പ്രമേയം അവതരിപ്പിക്കുന്നതിനെ എതിർത്ത് ഔദ്യോഗിക പക്ഷം രംഗത്ത് വരികയായിരുന്നു. തർക്കത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു. ജിബിൻ JB വിവരങ്ങൾ മാറ്റുന്നു. ജിബിൻ, ബാക്കി എല്ലാ കാര്യത്തിലും തർക്കമുണ്ടെങ്കിലും ഒരു പോലീസുകാരന് നേരെ ആരെങ്കിലും കൈവച്ചാൽ അക്കാര്യത്തിൽ കാക്കിയിട്ടവരെല്ലാം കൂടെ ഒറ്റയ്ക്ക് നിൽക്കാൻ ഇക്കാലം അത്രയും കണ്ടത്. അതിൽ SFI പ്രവർത്തകരാണെങ്കിൽ കാക്കിയിട്ടവരെ കൈവച്ചാൽ കുഴപ്പമില്ല എന്നാണ് ഒരു ഭാഗം പറയുന്നത്. ജിബിൻ, അത് തന്നെയാണ് ഹാഷ്മി. കാരണം കൂട്ടത്തിലുള്ള ഒരാൾക്ക് SFI പ്രവർത്തകരിൽ നിന്ന് മർദ്ദനമേൽക്കേണ്ടി വന്നിട്ടും അതിനെ അനുകൂലിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ എതിർത്തുകൊണ്ട് ഒരു പ്രമേയം അവതരിപ്പിക്കുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു തർക്കം ഉണ്ടായിരിക്കുന്നത്. കാരണം ഈ CPO മിഥുൻ റോയിക്ക് മർദ്ദനമേറ്റതിനു ശേഷം അദ്ദേഹത്തെ ഈ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. പക്ഷെ അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടായിട്ട് പോലും അദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ട് ഒരു പ്രമേയം അവതരിപ്പിക്കാൻ അവിടെ അനുവാദം കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ രണ്ട് പക്ഷങ്ങളും തമ്മിൽ തർക്കമുണ്ടായത്. തിരുവനന്തപുരം റൂറൽ സമ്മേളനത്തിനിടെയാണ്, നെടുമങ്ങാട് വെച്ച് നടന്ന റൂറൽ സമ്മേളനത്തിനിടെയാണ് ഇത്തരത്തിലൊരു തർക്കമുണ്ടായത്. സമാന രീതിയിലുള്ള തർക്കം തിരുവനന്തപുരം സിറ്റി സമ്മേളനത്തിന് അതുപോലെ തന്നെ ഇടുക്കി സമ്മേളനത്തിലും ഉണ്ടായിരുന്നു. എന്തായാലും കയ്യാങ്കളിയിലേക്ക് പോകാത്തത് മാത്രമാണ് അവിടെ ഒരു ഭാഗ്യമായി പറയുന്നത്. പക്ഷേ ഈ മിഥുൻ റോയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ഈ സർക്കാരിനെ അനുകൂലിച്ചുകൊണ്ട് ഒരു വിഭാഗം മിഥുൻ റോയെ എതിർത്ത് പറയുകയാണ്. അത് അനുവദിച്ചുകൂടാ എന്ന് പറഞ്ഞുകൊണ്ടാണ് മിഥുൻ റോയെ അനുകൂലിക്കുന്ന പക്ഷം ഇത്തരത്തിലൊരു തർക്കത്തിലേക്ക് കടന്നത്. എന്തായാലും ഇനിയും ഈ പോലീസ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട ഓരോ സമ്മേളനങ്ങൾ ഇങ്ങനെ നടന്നു വരികയാണ്. റൂറൽ സമ്മേളനങ്ങൾ, ജില്ലാതല സമ്മേളനങ്ങൾ കടന്നു വരികയാണ്. അപ്പോൾ ഈ സമ്മേളനം നടന്ന മൂന്നിടത്തും ഈ മിഥുൻ റോയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ മിഥുൻ റോയെ അനുകൂലിക്കുന്ന വിഭാഗവും എതിർക്കുന്ന വിഭാഗവും ഈ പ്രമേയ അവതരണവുമായി ബന്ധപ്പെട്ട തർക്കം പതിവായിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ, ഈ വാർത്ത പുറത്തു വന്നത്, ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് പുറത്തു വന്നത്. കാരണം ഈ പ്രമേയം അവതരിപ്പിക്കാൻ എത്തുന്നയാളെ അനുകൂലിച്ചുകൊണ്ട് ഒരു വിഭാഗം എത്തുന്നു, ഈ പ്രമേയം അവതരിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മറുവിഭാഗം എത്തുന്നു. അവിടെയാണ് ആ ഒരു തർക്കം ഉണ്ടാകുകയും ചെയ്തിരിക്കുന്നത്. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.